ശ്രീനാരായണ സ്കൂളിന്റെ സഹകരണത്തോടെ ഗ്ലോബ് തിയേറ്റർ വടകര സംഘടിപ്പിച്ച 2 ദിവസത്തെ കുട്ടികളുടെ നാടക ക്യാമ്പ് പ്രശസ്ത നാടകകൃത്ത് സുരേഷ് ബാബു ശ്രീസ്ഥ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശീലന പരിപാടി നടക്കുന്നു. നല്ല മിടുക്കികളുമായ കുട്ടികളായിട്ട് വളരാൻ സാധിക്കുന്നു. നാടകത്തെക്കുറിച്ചും മറ്റു സംഗീത ശാഖകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു. ഒരു വലിയ ഭാഗ്യമാണത് അല്ലേ? നാടകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നാടകം എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ നാടകം പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ നേരത്തെ സരീഷ് പറഞ്ഞു, ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കരിക്കുലം നമുക്കൊരു എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായിട്ടൊരു കുട്ടികളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു തിയേറ്റർ ക്ലാസ്, ഒരു തിയേറ്റർ കോച്ചിങ് സെൻറ്റർ നമുക്കിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു. നമുക്കൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഇടപെടാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഒരു പ്രദേശത്തെ ഒരു വ്യത്യസ്തമായ ഒരു നാടക സംസ്കാരം വളർത്തിയെടുക്കാൻ അതുവഴി കഴിയും. കാരണം ഓരോ നാടകവും നമ്മളോട് എന്നും പറയുന്നത്, ഞാൻ എപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ നാടകങ്ങളും എല്ലാ കലകളും നമ്മളോട് പറയുന്നത് മനുഷ്യരാവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാനൊരു വാക്ക് മാത്രം, ഒരു കഥയല്ല, ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഗബ്രിയേൽ മാർക്കേസ് എന്ന് പറഞ്ഞൊരു വലിയൊരു എഴുത്തുകാരനെ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കോളറ കാലത്ത് പ്രണയം, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരുപാട് ലോകത്തിനെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട് കീഴടക്കിയ ഒരു വലിയ എഴുത്തുകാരനാണ് മാർക്കേസ്. അപ്പം മാർക്കേസ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശസ്തമായ ഒരു കുറിപ്പിൽ ഒരിടത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? 9 വയസ്സ്, 8-9 വയസ്സ് പ്രായമുള്ള മക്കളാണ് എല്ലാവരും. 10-15 വയസ്സ് താഴെയുള്ള മക്കളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു കൊച്ചുമോൾ എപ്പോഴും വരുമായിരുന്നു ഇതിനടുത്ത്. അപ്പോൾ അയാൾ കഥ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ പറയുന്ന കഥകളെ കുറിച്ചൊക്കെ കുട്ടികളോട് സംസാരിക്കുക. അയാൾക്ക് വളരെ കൗതുകമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഈ കുട്ടീനൊക്കെ ഇയാൾ ഭയങ്കര എപ്പോഴും സ്നേഹിക്കുക, ഒരുപാട് കാര്യങ്ങൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് ഒരു ദിവസം അദ്ദേഹം കുട്ടിയോട് ചോദിച്ചു, മോക്ക് വലുതായാൽ ആരാകാനാണ് ആഗ്രഹം? ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന മക്കളോട് നമ്മൾ ആരോട് ചോദിച്ചാലും നമുക്കൊരു ഉത്തരവുണ്ടോ അല്ലേ? ആരാകാൻ ആഗ്രഹം അല്ലേ? ആരാകാൻ നമുക്ക് ആഗ്രഹം? മോളെ പേരെന്താ? ജാനി പർവതിക്ക് ആരാകാനാണ് ആഗ്രഹം? IPS കാര്യാവാനാണ് ആഗ്രഹം അല്ലേ? മോക്കാരാകാനാണ് ആഗ്രഹം? കളക്ടർ ആകാൻ, IAS കാരാണ് ആഗ്രഹം. അപ്പൊ ഓരോ കുട്ടികൾക്ക് നമുക്ക് ഓരോ മോനോ ഏറ്റവും പിറകിലിരിക്കുന്ന മോൻ പോലീസാവണം, ഒരു പോലീസുകാരനാവാനാണ് ആഗ്രഹം അല്ലേ? അങ്ങനെ ഓരോരോ ആളുകൾക്ക് നമുക്ക് ഓരോരോ ആകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പൊ മാർക്കേസ് കുട്ടിയോട് ചോദിച്ചു, മോൾക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന്. അപ്പൊ കുട്ടി പറഞ്ഞു, ന്യൂയോർക്കിലെ ഏറ്റവും തിരക്കുള്ള ആശുപത്രിയിലെ ഏറ്റവും മിടുക്കിയായ ഒരു ഡോക്ടറാകണം. ആവണി രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നാടക സിനിമാ പ്രവർത്തകൻ അകം അശോകൻ, സുഗുണേഷ് കുറ്റിയിൽ, ജയൻ മൂരാട്, ക്യാമ്പ് ഡയറക്ടർ ഷിനിൽ വടകര, സതീഷ് പുളിക്ക എന്നിവർ കുട്ടികളോട് സംസാരിച്ചു. സജീവൻ മേപ്പയിൽ നന്ദി പറഞ്ഞു.